ക്ലാസ്സിൽ നമ്മൾ 3 ഫങ്ഷണൽ ഗ്രൂപ്പ്സ് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പിലേക്ക് നോക്കാം. നമ്മുടെ 4th ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കീറ്റോ ഗ്രൂപ്പ് ആണ്. കീറ്റോ ഗ്രൂപ്പ് CO എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പേരിന്റെ എൻഡിൽ നമ്മൾ എഴുതുന്നത് ഇത് 1 അല്ല ഓൺ എന്നാണ്. ONE ഓൺ എന്നാണ് നമ്മൾ ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ CH3 CO CH3 ഇതാണ് കോമ്പൗണ്ട്. അപ്പൊ ഇതിന്റെ പേരിടാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ ചെയിനിൽ എത്ര കാർബൺസ് ഉണ്ട് നോക്കണം. ഇവിടെ 3 കാർബൺസ് ആണ് ഉള്ളത്. 3 കാർബൺസ് ആകുമ്പോൾ അതിന്റെ വേർഡ് റൂട്ട് എന്താ വരുന്നത്? പ്രൊപ്പാണ് വരുന്നത്. പ്രൊപ്പൻ. ഇനി ഈ CO വന്നു കഴിഞ്ഞാൽ ONE എൻഡിൽ ചേർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രൊപ്പന്റെ കൂടെ ONE ചേർത്ത് കൊടുക്കാം. പ്രൊപ്പനോൺ എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് CH3 CO CH2 CH2 CH3. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എത്ര കാർബൺസ് ഉണ്ട് എന്ന് എണ്ണണം. ഇവിടെ മൊത്തം 5 കാർബൺസ് ആണ് ഉള്ളത്. 5 കാർബൺസ് ആവുന്ന സമയത്ത് എന്താ അതിന്റെ വേർഡ് റൂട്ട് വരുന്നത്? പെന്റൻ. പിന്നെ എൻഡിങ്ങിൽ എന്ത് ചേർത്ത് കൊടുക്കണം എന്നാ പറഞ്ഞത്? ONE ചേർത്ത് കൊടുക്കണം. പെന്റനോൺ. അങ്ങനെയാണോ ആൻസർ കിട്ടിയത്? പക്ഷെ ഇത് തെറ്റാട്ടോ. ഇങ്ങനെയല്ല നമുക്ക് ആൻസർ കിട്ടാം. കാരണം ആൽഡിഹൈഡ് ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും ആവുമ്പോൾ മാത്രമേ പൊസിഷൻ നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ കീറ്റോ ഗ്രൂപ്പ് വരുന്ന സമയത്ത് നമ്മൾ പൊസിഷൻ എന്തായാലും നോക്കണം. കാരണം ഈ CO എന്ന് പറഞ്ഞ ഗ്രൂപ്പില് സിന്റെ വാലൻസി എത്രയാ വരുന്നത്? 4 ആണ്. 4 ബോൺസ് കാർബണിന് ഫോം ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ഡബിൾ ബോണ്ടിൽ ഒരു O മാത്രമേ ഫോം ചെയ്തിട്ടുള്ളൂ. ഇനിയും 2 ബോൺസും കൂടി ഫോം ചെയ്യാൻ പറ്റും. അപ്പൊ ഈ CO ഗ്രൂപ്പ് എപ്പോഴും 2 ആൽക്കീൻ ഗ്രൂപ്പ്സിന്റെ നടുവിലായിരിക്കും CO ഗ്രൂപ്പ് ഉണ്ടാവുക. ഒറ്റയ്ക്ക് ഒരു എൻഡിലോ അല്ലെങ്കിൽ മറ്റേ അറ്റത്തോ ടെർമിനൽ പൊസിഷനിൽ CO ഗ്രൂപ്പ് ഉണ്ടാവില്ല. എപ്പോഴും 2 ആൽക്കീൻ ഗ്രൂപ്പ്സിന്റെ നടുവിലായിരിക്കും CO ഗ്രൂപ്പ് ഉണ്ടാവുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ കണ്ടില്ലേ, ഇവിടെ ഈ ഒരു CH3ന്റെ ഈ ഒരു CH3ന്റെ സെന്ററിലാണ് CO ഉള്ളത്. ഇവിടെ CO വരുന്നത് ഈ ഒരു CH3ന്റെ ഈ ഒരു CH2ന്റെയും സെന്ററിലാണ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ, അതായത് ആദ്യം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യന്റെ അകത്ത് എന്തുകൊണ്ട് പൊസിഷൻ മെൻഷൻ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ വേണേ നമുക്ക് പൊസിഷൻ മെൻഷൻ ചെയ്യാം. അപ്പൊ ഇവിടെ പൊസിഷൻ എന്തായിരിക്കും വരുന്നത്? സാധാ നമ്മൾ ഇതുവരെ പറഞ്ഞ പോലെ തന്നെ ഈ CO ഗ്രൂപ്പ് വരുന്ന കാർബൺ, ഈ കാർബണിന്റെ ലോവസ്റ്റ് പൊസിഷൻ വരുന്ന പോലെ വേണം നമ്മൾ നമ്പർ ഇടാൻ. അപ്പൊ നമുക്ക് 1 2 3 ഇങ്ങനെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഇടാം. അതുപോലെ 1 2 3 എങ്ങനെ ഇട്ടാലും 2 ആണ് ഇതിൽ പൊസിഷൻ വരുന്നത്. അപ്പൊ നമുക്ക് ഈ പേരിന്, ഈ പ്രൊപ്പനോൺ എന്നുള്ള പേരിന് നമുക്ക് വേണമെങ്കിൽ പ്രൊപ്പൻ 2 ഓൺ എന്ന് എഴുതാൻ സാധിക്കും. എന്നാൽ അങ്ങനെ എഴുതണമെന്ന് നിർബന്ധമില്ല. കാരണം നേരത്തെ കേസിലൊക്കെ നമ്മൾ പൊസിഷൻ 1 വന്നാൽ എഴുതണ്ടെന്ന് പറഞ്ഞില്ലേ, അതേപോലെയാണ് ഇവിടെ CO വന്നു കഴിഞ്ഞാൽ COന്റെ രണ്ട് സൈഡിലും ഒരു CH3 ഉണ്ടാവണം എന്നുള്ള നിർബന്ധ. അല്ലാതെ COക്ക് ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ CH3 CO CH3 എന്ന് പറഞ്ഞാല് ഈ CO എന്ന് പറയുന്നത് 2 CH3ന്റെ നടുവിലാണ് എന്നുള്ളത് ഓൾറെഡി നമുക്കറിയാം. അങ്ങനെ അതിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിനെ പ്രൊപ്പനോൺ എഴുതിയാലും പ്രൊപ്പൻ 2 ഓൺ എഴുതിയാലും രണ്ടും കറക്റ്റ് തന്നെയാണ്. കാരണം അവിടെ വേറൊരു ചാൻസ് ഇല്ല, വേറൊരു പൊസിഷൻ വരാനില്ല COക്ക്. അതുകൊണ്ടാണ് ഇതിനെ പ്രൊപ്പനോൺ എന്ന് നമ്മൾ ഡയറക്റ്റ് പേര് എഴുതിയത്. രണ്ടും കറക്റ്റ് ആണ്. പ്രൊപ്പനോൺ എന്ന് നമുക്ക് എഴുതാം, വേണമെങ്കിൽ പ്രൊപ്പൻ 2 ഓൺ എന്ന് എഴുതാം. ആ കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ CH3 CO CH2 CH2 CH3 ഈ ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് എന്തായാലും നമ്മൾ പൊസിഷൻ നോക്കണ്ടേ? കാരണം ഇവിടെ ഏത് പൊസിഷൻ ആണെന്നുള്ളത് മെൻഷൻ ചെയ്യണ്ടേ? കുറെ കാർബൺസ് വരുന്നില്ലേ? നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമ്പർ ഇട്ട് നോക്കാം. അപ്പൊ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നമ്പർ ഇട്ട് കഴിഞ്ഞാല് 2ാമത്തെ പൊസിഷനിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്. ഇനി റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് ഇട്ടാലോ 4th പൊസിഷനിലാണ് വരുന്നത്. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള കാർബണിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത് പോലെ വേണം നമ്മൾ നമ്പറിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ 2 വന്നതാണ് ലോവസ്റ്റ് പോസിബിൾ നമ്പർ. അതുകൊണ്ട് ബ്ലൂ കളറിൽ നമ്മൾ മാർക്ക് ചെയ്തതാണ് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടുന്ന ഓർഡർ എന്ന് പറയുന്നത്. 1 2 3 4 5. ഇനി എന്താ ചെയ്യേണ്ടത്? വേർഡ് റൂട്ട് നോക്കാം. ഇതിന് മൊത്തം 5 കാർബൺസ് ഉണ്ട്. ഇപ്പൊ വേർഡ് റൂട്ട് എന്താ വരുന്നത്? പെന്റൻ. എത്രാമത്തെ പൊസിഷനിലാണ് CO ഗ്രൂപ്പ് വരുന്നത്? സെക്കൻഡ് പൊസിഷനിലാണ്. അപ്പൊ പെന്റൻ 2. ലാസ്റ്റ് എന്ത് എഴുതണം എന്നാ പറഞ്ഞത്? ONE ഓൺ എന്ന് എഴുതണം. പെന്റൻ 2 ഓൺ. ഈ കോമ്പൗണ്ടിന്റെ പേര് എന്താ? പെന്റൻ 2 ഓൺ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിക്കാം. നെക്സ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹാലോ ഗ്രൂപ്പ് ആണ്. അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഹാലോജൻസ് ആയിട്ടുള്ള ഫ്ലോറിൻ, ഫ്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഈ ആറ്റംസ് ഒക്കെ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനോട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതിനാണ് നമ്മൾ ഹാലോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്.
അപ്പൊ ഹാലോ ഗ്രൂപ്പ്സ് വന്നാൽ എങ്ങനെയാ പേരിടാൻ നോക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ Cl ആണ് വന്നിട്ടുള്ളത് ഹാലോ ഗ്രൂപ്പ് ആയിട്ട്. അപ്പോ Cl അഥവാ ക്ലോറിനെ നമ്മൾ പേര് എഴുതുമ്പോ ക്ലോറോ എന്നാണ് എഴുതുക. ഇനി ഫ്ലൂറിൻ ആണെങ്കിൽ അതിനെ ഫ്ലൂറോ എന്ന് എഴുതും. ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോ. ഇനി അയഡിൻ ആണെങ്കിൽ അയഡോ. ഇതൊക്കെ അല്ലേ. ഇനി നമുക്ക് പേരിടാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ CH3 CH2 CH2 Cl. Cl ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന് പേരിടുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? പൊസിഷൻ മെൻഷൻ ചെയ്യണം. ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയാലും ഇനിയിപ്പോ ഡബിൾ ബോണ്ട് ആയാലും ബ്രാഞ്ചിങ് ആയാലും അതിനൊക്കെ ആയിരിക്കും എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പൊ ഈ ക്ലോറിൻ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കാർബണിന് ലോവസ്റ്റ് നമ്പർ വരുന്നത് പോലെ വേണം നമ്മൾ ഇതിന് നമ്പർ ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ കാർബണിനാണ് നമ്മൾ നമ്പർ 1 കൊടുക്കേണ്ടത്. 1 2 3. അങ്ങനെയാണെങ്കിൽ ഇതിൽ മൊത്തം എത്ര കാർബൺസ് ഉണ്ട്? 3 കാർബൺസ് ആണുള്ളത്. അപ്പൊ അതിന്റെ വേർഡ് റൂട്ട് എന്തായിരിക്കും? പ്രൊപ്പ് ആയിരിക്കും വേർഡ് റൂട്ട് വരാം. അപ്പൊ ആദ്യം നമ്മൾ പൊസിഷൻ മെൻഷൻ ചെയ്യും. ഫസ്റ്റ് പൊസിഷനിൽ ആരുണ്ട്? ക്ലോറിൻ ഉണ്ട്. ക്ലോറിൻ ആണെങ്കിൽ എന്താ പേരിടണ്ട്? ക്ലോറോ. അപ്പൊ 1 ക്ലോറോ. മൊത്തം എത്ര കാർബൺസ് ഉള്ള? 3 കാർബൺസ്. അപ്പൊ എന്ത് വരും? പ്രൊപ്പ്. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ഈ കോമ്പൗണ്ടിന്റെ പേരെന്താ? 1 ക്ലോറോ പ്രൊപ്പേൻ. ഇനി രണ്ടാമത്തെ നോക്കിക്കേ. രണ്ടാമത്തേല് 2 ബ്രോമിൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ 2 ബ്രോമിനും വരുന്ന ഈ ഒരു കാർബണിന് ലോവസ്റ്റ് നമ്പർ വരുന്നത് പോലെ വേണം നമ്മൾ നമ്പറിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ 1 2 3 4 അല്ലെങ്കിൽ 1 2 3 4. അപ്പൊ സെക്കൻഡ് പൊസിഷനിലാണല്ലോ ഏറ്റവും ലോവസ്റ്റ് നമ്പർ വരുന്നത് 2 ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ബ്ലൂ കളറിൽ നമ്മൾ നമ്പർ ഇട്ടതാണ് ഇതിന്റെ കറക്റ്റ് ഓർഡർ. ഇതിനെങ്ങനെ പേരിടാം? സെക്കൻഡ് പൊസിഷനിൽ 2 ബ്രോമിൻ വരുന്നുണ്ട്. അപ്പൊ 2 തവണ അതിന്റെ പൊസിഷൻ മെൻഷൻ ചെയ്യണ്ടേ? 2 എന്നുള്ള ഒരു പൊസിഷൻ മെൻഷൻ ചെയ്യാ. അതേപോലെ മറ്റേ ബ്രോമിന്റെ പൊസിഷൻ മെൻഷൻ ചെയ്യണ്ടേ? അതും 2 തന്നെയാ വരുന്നത്. അപ്പൊ വീണ്ടും ഒരു 2 എഴുതാം. ഇതിപ്പോ ഒരു തേർഡ് പൊസിഷനിലാണ് ബ്രോമിൻ വരുന്നതെങ്കിൽ നമ്മൾ 2 3 എന്ന് എഴുതും കോമ ഇട്ടിട്ട്. ഇത് 2 ബ്രോമിനും വരുന്നത് സെക്കൻഡ് പൊസിഷനിലായതുകൊണ്ട് 2 2. എത്ര ബ്രോമിനാണ്? 2 എണ്ണം ഉണ്ട്. അപ്പൊ ഡൈ ബ്രോമോ. മൊത്തം എത്ര കാർബൺസ് ആണ്? 4 കാർബൺസ്. ഇപ്പൊ വേർഡ് റൂട്ട് ബ്യൂട്ട് ആണ് വരുന്നത്. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. 2 2 ഡൈ ബ്രോമോ ബ്യൂട്ടേൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ CH3 CH2 CH3 CH CH2 CH2 CH3. ഈ CHന്റെ കൂടെ ഒരു F ആണ് വരുന്നത്. അതായത് ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ ആണെങ്കിൽ അതിന്റെ പേരെന്താ? ഫ്ലൂറോ ആണ് പേര് വരുന്നത്. ഇതിന് പേരിടുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഫ്ലൂറിൻ വരുന്ന ഈ ഒരു കാർബണിന് ലോവസ്റ്റ് നമ്പർ വരുന്നത് പോലെ വേണം നമ്മൾ നമ്പറിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1 2 3 4 5. ഇനി റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് ആണെങ്കിൽ 1 2 3 4 5. ഇപ്പൊ 2 ആണ് ലോവസ്റ്റ് നമ്പർ. അപ്പൊ റെഡ് കളറിൽ നമ്മൾ നമ്പറിങ് ചെയ്തതാണ് കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം എന്ത് എഴുതും? പൊസിഷൻ എഴുതും. സെക്കൻഡ് പൊസിഷനിൽ ആരുണ്ട്? ഫ്ലൂറിൻ ഉണ്ട്. ഒരു ഫ്ലൂറിൻ അല്ലേ ഉള്ളൂ. അപ്പൊ ഫ്ലൂറോ എന്ന് മാത്രം എഴുതിയാൽ മതി. 2 ആവുമ്പോൾ ഡൈ, 3 ആവുമ്പോൾ ട്രൈ, അങ്ങനെ പോകും. ഒറ്റ ഫ്ലൂറിൻ ആവുന്ന സമയത്ത് ഫ്ലൂറോ. മൊത്തം എത്ര കാർബൺസ് ഉണ്ട് ഇവിടെ? 5 കാർബൺസ് ഉണ്ട്. 5 കാർബൺസ് ആകുമ്പോൾ അതിന്റെ വേർഡ് റൂട്ട് എന്താ വരുന്നത്? പെന്റ് ആണ് വേർഡ് റൂട്ട് വരുന്നത്. 2 ഫ്ലോറോ പെന്റേൻ. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പെന്റേൻ. അപ്പൊ ഹാലോ ഗ്രൂപ്പ് വരുന്നത് ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇതൊക്കെ ആയിരിക്കും അറ്റാച്ച് ചെയ്യുക. അപ്പൊ അതിനെങ്ങനെ പേരിടാൻ മനസ്സിലായില്ലേ? നമുക്കിനി ലാസ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പിലേക്ക് പോവാം. നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കോക്സി ഗ്രൂപ്പ് ആണ്. അതായത് OR ഗ്രൂപ്പ്. ഇത് നല്ലോണം ശ്രദ്ധിക്കണം. ഇതുവരെ ഉള്ളതുപോലെയല്ല. ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് പേരിടുന്ന കാര്യത്തിൽ. ഇതിന്റെ പേര് നമ്മൾ ഇടുന്നത് ആൽക്കോക്സി ആൽക്കീൻ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പൊ CH3OCH3 എന്നുള്ളത് അതില് ഈ ഓന്, ഈ നടുവിലുള്ള ഓൻ നമ്മൾ മെയിൻ ആളായിട്ട് കൺസിഡർ ചെയ്യാം. ഈ ഓന്റെ 2 സൈഡിലുള്ള ആൾക്കാരില്ലേ, അവർക്കാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. ഓക്കെ. അതായത് ഈ ഭാഗത്തുള്ള ഈ CH3നെ ആൽക്കോക്സി ആയിട്ടും ഈ ഭാഗത്തുള്ള ഈ CH3നെ ആൽക്കീൻ ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ. അതായത് ഏതെങ്കിലും ഒരു സൈഡിലുള്ളതിനെ ആൽക്കോക്സി ആയിട്ടും മറ്റേ സൈഡിലുള്ളതിനെ ആൽക്കീൻ ആയിട്ടും കൺസിഡർ ചെയ്യും. എന്നിട്ടാണ് നമ്മൾ പേര് കൊടുക്കേണ്ടത്. അപ്പൊ ഈ റൈറ്റ് സൈഡിലുള്ള CH3, ഈ ഒരു CH3 നോക്കാം. ഈ CH3യിൽ ഒറ്റ കാർബണേ ഉള്ളൂ. അപ്പൊ അതിന്റെ വേർഡ് റൂട്ട് എന്താ വരുന്നത്? മെത്താണ് വേർഡ് റൂട്ട് വരുന്നത്.
അപ്പൊ അതിന് നമ്മൾ മെത്തോക്സി എന്ന് എഴുതും. ഈ ആൽക്കെന്നില്ലേ, അതാണ് ആൽക്കേന്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു വേർഡ് റൂട്ട് എന്ന് വരുന്നത്. അതിവിടെ മെത്താണ്. പിന്നെ ഈ മെത്തോക്സി എന്ന് എഴുതും. പിന്നെ ഈ സൈഡിലില്ലേ, ഇതിന് നമ്മൾ ആൽക്കെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഉള്ളത് ഒറ്റ കാർബണേ ഉള്ളൂ. അപ്പൊ അതിന്റെ വേർഡ് റൂട്ടും വരുന്നത് മെത്ത് തന്നെയാണ്. അപ്പൊ അതിനെ മീത്തേൻ എന്ന് കൺസിഡർ ചെയ്യും. ഈ ഒരു കോമ്പൗണ്ടിന്റെ പേര് എന്ന് പറയുന്നത് മെത്തോക്സി മീഥേൻ എന്നാണ്. നമ്മൾ എന്താ ചെയ്തത്? ആദ്യം സെന്ററിലുള്ള ഓനെ മെയിൻ ഒരാളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഓന്റെ ഒരു സൈഡിലുള്ളതിനെ ആൽക്കോക്സി ആയിട്ടും മറ്റേ സൈഡിലുള്ളതിനെ ആൽക്കെയിൻ ആയിട്ടും കൺസിഡർ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഇതിന് പേരിട്ടത്. ഇനി ഏതിനെയാണ് ആൽക്കോക്സി ആയിട്ട് അല്ലെങ്കിൽ ഏത് സൈഡിലുള്ളതിനെയാണ് ആൽക്കെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതെന്ന് ഒരു കൺഫ്യൂഷൻ അല്ലേ? അത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആവേ. നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോ രണ്ട് സൈഡിലുള്ളത് ഒരേ ആളായിരുന്നു. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, ഒരു സൈഡിലുള്ളത് CH3 മറ്റേ സൈഡിലുള്ളത് CH2CH3 ആണ്. രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിൽ ഏതിനാണ് ആൽക്കോക്സി ആയിട്ട് കൺസിഡർ ചെയ്യുക, ഏതിനാണ് ആൽക്കീൻ ആയിട്ട് കൺസിഡർ ചെയ്യുക? അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ലോങ്ങർ ഗ്രൂപ്പ് ഏതാണോ അതിനെ ആൽക്കീൻ ആയിട്ടും ഷോർട്ടർ ഗ്രൂപ്പിനെ ആൽക്കോക്സി ആയിട്ടും ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ലോങ്ങർ ഗ്രൂപ്പ് ഏതാ? ലോങ്ങർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാർബൺ ഉള്ള ഗ്രൂപ്പ്. ഇവിടെ ഇതല്ലേ ലോങ്ങർ ഗ്രൂപ്പ്? ഇവിടെ 2 കാർബൺസ് വരുന്നില്ലേ? അപ്പൊ ഇതിനെയാണ് നമ്മൾ ആൽക്കീൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതിന്റെ വേർഡ് റൂട്ട് എന്താ വരിക? 2 കാർബൺസ് ആകുമ്പോൾ വേർഡ് റൂട്ട് വരുന്നത് എത്താണ്. ഈ ഭാഗം എന്ന് പറയുന്നത് ഈതെയിൻ ആണ്. ഇനി ഈ ഒരു ഭാഗം നോക്കും, CH3 ഒറ്റ കാർബണേ വരുന്നുള്ളൂ. അപ്പൊ അതിന്റെ വേർഡ് റൂട്ട് എന്താ? മെത്താണ്. അപ്പൊ ഷോർട്ടർ ഗ്രൂപ്പിനെ എന്താക്കണം എന്നാ പറഞ്ഞത്? ആൽക്കോക്സി ആയിട്ട് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്താ? മെത്തോക്സി ആണ്. അപ്പൊ ഇതിന്റെ പേര് ഒരുമിച്ച് എഴുതിയാൽ മെത്തോക്സി ഈതെയിൻ. അതായത് ഓനെ സെന്ററിലുള്ള ഓനെ മെയിൻ ആളായിട്ട് കൺസിഡർ ചെയ്ത് ഒരു സൈഡിലുള്ളതിനെ ആൽക്കോക്സി ആയിട്ടും ഒരു സൈഡിലുള്ളതിനെ ആൽക്കെയിൻ ആയിട്ടും കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞു. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ലോങ്ങർ ഗ്രൂപ്പിനെ നമ്മൾ ആൽക്കെയിൻ ആയിട്ടും ഷോർട്ടർ ഗ്രൂപ്പിനെ ആൽക്കോക്സി ആയിട്ടും കൺസിഡർ ചെയ്യുന്നു. ഇവിടെ ഷോർട്ടർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒറ്റ കാർബൺ ഉള്ള CH3 ആണ്. അതിനെ നമ്മൾ മെത്തോക്സി എന്ന് എഴുതി. ഇനി ലാർജർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 2 കാർബൺ വരുന്ന ഈ ഈതെയിൻ ഗ്രൂപ്പാണ്. അതിനെ നമ്മൾ ഈതെയിൻ എന്ന് എഴുതി. ഈ കോമ്പൗണ്ടിന്റെ പേര് മെത്തോക്സി ഈതെയിൻ എന്നാണ്. ഒരു ക്വസ്റ്റിനോട് ചെയ്തു നോക്കാം. ഈ ക്വസ്റ്റ്യൻ CH3 CH2 O CH2 CH2 CH3. അപ്പൊ ആദ്യം എന്താ നോക്കണ്ടേ? ലോങ്ങർ ഗ്രൂപ്പ് ഏതാ നോക്കണം. ലോങ്ങർ ഗ്രൂപ്പ് ഇവിടെ ഇതല്ലേ, 3 കാർബൺസ് വരുന്നുണ്ട്. അപ്പൊ ലോങ്ങർ ഗ്രൂപ്പിന് നമ്മൾ ആൽക്കെയിൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ ഗ്രൂപ്പിന് പേരിടാം. 3 കാർബൺസ് ആകുമ്പോൾ എന്താ അതിന്റെ വേർഡ് റൂട്ട് വരുന്നത്? പ്രൊപ്പാണ് വരുന്നത്. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പ്രൊപ്പൈൻ. ഇനി ഇതാണ് ഷോർട്ടർ ഗ്രൂപ്പ്. ഇതിന് നമ്മൾ ആൽക്കോക്സി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ എത്ര കാർബൺസ് ആണുള്ളത്? 2 കാർബൺസ് ആണുള്ളത്. അപ്പൊ അതിന്റെ വേർഡ് റൂട്ട് എന്താ? എത്താണ്. അപ്പൊ ഇതിന് നമ്മൾ എത്തോക്സി ആയിട്ട് കൺസിഡർ ചെയ്യും. ഈ കോമ്പൗണ്ടിന്റെ പേരെന്താ? എത്തോക്സി പ്രൊപ്പൈൻ. നടുവിലുള്ള ഓനെ നമ്മൾ മെയിൻ ആയിട്ട് എടുത്തു. കൂടുതൽ കാർബൺസ് വരുന്നതിന് നമ്മൾ ലാർജർ ഗ്രൂപ്പിന് ആൽക്കെയിൻ ആയിട്ടും ഷോർട്ടർ ഗ്രൂപ്പ് വരുന്നതിന് ആൽക്കോക്സി ആയിട്ടും കൺസിഡർ ചെയ്തു. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ കാര്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം നമ്മൾ ഹൈഡ്രോക്സി ഗ്രൂപ്പ് പഠിച്ചു, അതായത് OH അറ്റാച്ച് ചെയ്യുന്നത്. OH അറ്റാച്ച് ചെയ്ത പേരിന്റെ എൻഡിൽ OL ഓൾ എന്ന് വരും. ഇനി കാർബോക്സിൽ ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ എൻഡിൽ ഓയിക് ആസിഡ് എന്നാ വരുന്നത്. COOH ആണ് കാർബോക്സിൽ ഗ്രൂപ്പ്. ഇനി ആൽഡിഹൈഡ് ആണെങ്കിൽ CHO ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പേരിന്റെ എൻഡിങ്ങിൽ ആൾ AL എന്ന് നമ്മൾ ചേർത്ത് കൊടുക്കും. നെക്സ്റ്റ് കീറ്റോ ഗ്രൂപ്പ് ആണെങ്കിൽ ഒരു CO ഗ്രൂപ്പ് ആണ് ആഡ് ചെയ്യുക. CO ഗ്രൂപ്പ് എപ്പോഴും 2 സെന്ററിലായിരിക്കും വരിക. ഒരിക്കലും 2 അറ്റത്ത് എവിടെയും CO ഗ്രൂപ്പ് വരത്തില്ല. അപ്പൊ അങ്ങനെയാകുമ്പോൾ അതിന്റെ പേരിന്റെ എൻഡിൽ നമ്മൾ ONE ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ പഠിച്ചത് ഹാലോ ഗ്രൂപ്പ് ആയിരുന്നു. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ എന്നീ ഹാലോജൻസ് ഒക്കെ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ അറ്റാച്ച് ചെയ്യുമ്പോഴാണ് അവിടെ ഹാലോ ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. ആൻഡ് ഫൈനലി നമ്മൾ ആൽക്കോക്സി ഗ്രൂപ്പ് പഠിച്ചു. ആൽക്കോക്സി ഗ്രൂപ്പിന്റെ പേര് ആൽക്കോക്സി ആൽക്കെയിൻ. ആ രീതിയിലാണ് നമ്മൾ പേരിടുന്നത്. സോ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വെച്ചിട്ട് എങ്ങനെ പേരിടാന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.